ஹலோ மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, நம்ம இன்னைக்கு ஒரு இன்ட்ரெஸ்டிங்கான நியூ ஜானர்ல ஒரு மூவி கொண்டு ஆமா. வந்திருக்கோம். மூவியோட நேம் ஆண்ட்ராய்ட் குஞ்சப்பன் வெர்ஷன் 5.25. ம். பேரே ஒரு மாதிரி டிஃபரெண்டா வச்சிருக்காங்க. ஏதோ உண்மையாலுமே டெவலப் பண்ணி அடுத்த வெர்ஷன் வர மாதிரி 5.25 எல்லாம் விட்டுருக்காங்க. அதுதான் நம்ம வீட்ல இந்த டிபோட் மினி வச்சிருக்கோம்ல, அது மாதிரி நிறைய வீட்ல டிபோட் மினி இருக்கும்ல. அவங்க எல்லாரும் அவங்களோட டிபோட்டுக்கு இந்த பேர் தான் வச்சிருக்காங்க. ஓஹோ. ஆண்ட்ராய்ட் குஞ்சப்பன்ற பேர் தான் வச்சிருக்காங்க. என்ன ரீசன் தெரியல, எனக்கு பாக்குறதுக்கு கியூரியஸா இருக்கு. மேபி லைக் ரோபோட்ன்றதுனாலயா இருக்கலாம். ஓகே, மூவியோட காஸ்ட் பாத்திரலாம். கெண்டி ஜில்தோ அப்படின்னு சொல்லி யாரோ ஒருத்தவங்க பிடிச்சிட்டு வந்திருக்காங்க நினைக்கிறேன். பேரை பார்த்தாலே தெரியுது. அடுத்து சுராஜ் இருக்காரு, மேகா மேத்யூ, ரதீஷ் பாலகிருஷ்ணனா. இவர்தான் டைரக்டர் போல. ஆமா, ரதீஷ் தான் டைரக்டரும். கரெக்ட். அவரே தான் டைரக்டர். ஓகே, டைரக்டர். அடுத்து சோபன் இருக்காரு, சாய்ஜு குரூப், நம்ம ஆடு பி கரண். ஓகே, இவ்வளவுதான் நமக்கு தெரியுது, விஷயம் யாரும் தெரியல. அண்ட் மூவியோட டைரக்டர் ரதீஷ் ஃபேஸ் ஆல்ரெடி பார்த்துட்டோம். அண்ட் மூவியோட மியூசிக் டைரக்டர் பிஜி பால் நினைக்கிறேன். எஸ், ஓகே, அவ்வளவுதான். மூவிக்குள்ள போயிடலாம். ஓகே. என்ன ஹாரர் மூவி மாதிரி ஏதோ ஒரு உருவம் வந்துட்டு இருக்கு. யார் இது? Coffee, please. இங்க இருக்கு. இவன் தானோ? இவன் தான் குஞ்சப்பன். பாட்டி வைப் ஆகிட்டு இருக்கு. Why don't you kill me then? என்னாச்சு? Why don't you kill me then கேட்டான். அதனால கொண்டுகிட்டு இருக்கு. ஐயோ. ஒரே சாஃப்டான ரோபோவா இருக்குன்னு ஆரம்பிச்சா മൈ ഇൻട്രോ സുത്രചന്ദ കൂടെ സ്കാൻ മോതിരവിരലിൽ അണിയുക. മോതിരവിരലിൽ ഞാൻ ഈ വിരലിനാ മോതിരം ഇടുന്നത്. ശരി. നെല്ലും അരിയും വെള്ളം നനച്ച് വെലിത്തറയിൽ അർപ്പിക്കുക. കറുകപ്പുല്ല് വെള്ളം നനച്ച് വെലിത്തറയിലിടുക. ജസ്റ്റ് വലിയ വെച്ചതേ കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് 7 പുണ്യ നദികളെ മനസ്സിൽ ധ്യാനിച്ച് അതേതല്ല ഗംഗ, കാവേരി, വെലിത്തറയിൽ അർപ്പിക്കുക. ചോറും തൈരും നന്നായി കുഴച്ച് 14 ഉരുളയാക്കിയിട്ട് അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് 14 പ്രാവശ്യം വെലിത്തറയിലിടുക. അല്ല മാധവ, ഈ 14 പ്രാവശ്യം എങ്ങനെയാന്ന്? സുരാജ് ബാബുരേ. ആമാ, കുഞ്ഞപ്പൻ നല്ലോണം കഴിക്കലുണ്ടായിരുന്നു. 14 ഉള്ളിയൊന്നും ഓന് പോരാ. മനസ്സിലാവഞ്ഞിട്ട് ചോദിച്ചാന്ന്. 14 16 അല്ലപ്പാ, അങ്ങനെയല്ലേ ഇപ്പൊ അതിന്റെ കണക്ക്. മരിച്ചിട്ട് 14 എന്നല്ലേ പറയുന്നത്. എന്ത് മരിക്കില്ലേ, നീ കണ്ടിനാ? എന്നാ നിങ്ങൾ പറ എത്രയാന്ന്. ആ, നീ ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു എന്ന് പറയാം. എന്തേലും ആട്ടു. சமல்ல ரியலிஸ்டிக்கா இருக்கு. ஏஜான மாதிரி இருக்காரு. நல்ல மேக்கப். சோபன். ബൈ നമ്മ ഇപ്പൊ നോക്കും. നീ വന്നിട്ട് കുറെ നാളായല്ല. നീ പറയണ്ട, ഞാൻ അത് വിട്ടു, ശരിയാന്നില്ല. ആർക്ക്? അവരിക്കാ സുപ്പാ. പഴയ പോലെ ഗോളൊന്നും അടിക്കാൻ പറ്റുന്നില്ല. എന്താടോ ഒരു ജോലി ശരിയായിട്ടുണ്ട്. രാജിവെച്ചിട്ട് കേക്ക് ബാംഗ്ലൂരാന്ന്. എനിക്ക് വേറെ പണിയില്ല എന്റെ ചങ്ങ. എറണാകുളം പോയി ജോലി ചെയ്യാൻ തന്നെ നിന്റെ അച്ഛൻ സമ്മതിക്കൂല. എന്നിട്ടാ ബാംഗ്ലൂർ. നിങ്ങൾ അച്ഛനെ കൂടെ കൂട്ടിയാൽ ആലോചിക്കണം. അത് നല്ലതാ അച്ഛൻ. പക്ഷേ വേറെ രീതിയിൽ പറയേണ്ടി വരും. മുമ്പത്തെ രീതിയിലേക്കാണെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. ഇങ്ങോട്ട് നോക്കും. ബോഡി കിട്ടിയ കണക്കും പഴക്കവും നോക്കുമ്പോ ഭാസ്കരേട്ട ഇന്നത്തേക്ക് പറഞ്ഞല്ലേ സൈ. എന്ത് ബോഡി ആര് കണ്ടിന്? ഇതും കൊള്ളാം. കിട്ടിയത് അച്ഛന്റെ ബോഡി അല്ല. തത്വം വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? 14 വേണോ 16 വേണോ, തൈര് കുഴച്ചിട്ട് കൊടുക്കണോ, അല്ല നിങ്ങളെ ബലിയിടലിന് തീരുമാനിച്ചാൽ മതി. എന്റെ അച്ഛന് ചായ കൊടുക്കണോ ചോറ് കൊടുക്കണോ ഞാൻ തീരുമാനിച്ചോളാം. ചടങ്ങിന് വന്നു കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് പോയാൽ പോരാ. വെറുതെ കച്ചരാക്കാൻ നിൽക്കുന്നു. ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കലില്ല. എന്നാ പിന്നെ പോയിക്കൂടെ? അച്ഛാ, സുബ്രഹ്മണ്യ പിടിച്ചിട്ട് കൊണ്ടുപോയി ആളാ. കടുപ്പം കാര്യം. ഓ, കടുപ്പം. എന്ത് കടുപ്പം? ആ നായു എന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞപ്പൻ നാട് വിട്ടുപോയതാ. ഓൻ ചത്തിട്ടൊന്നുമില്ല. ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞ് ബലിയിടുക. ഓൻ ചെയ്യുന്നതാന്ന് കടുപ്പം. അതും കുഴപ്പം തന്നെ. മാമ പത്രം. മാമന്റെ ഷുഗർ കൂടിയിട്ടുണ്ടേ, മെലിഞ്ഞിട്ടുണ്ടല്ലേ മാമ. ഇന്നലെ രാത്രി TV-യിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി. കുറ്റപത്രം. കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവനെ
ഏകദേശം മാമന്റെ പ്രായം വരും. ഒരു അയൽവാസി തലക്കടിച്ചു കൊന്നു. ഹോ, ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫ് അല്ല. അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. അല്ല മാമ, ചെക്കനൊരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര്. 1 ലക്ഷം റുപ്യ ശമ്പളം. മാമനും അവിടെ പോയി നിൽക്കാം, ഈ വീട് വാടകയ്ക്ക് കൊടുക്കാം. ഒരു 10 റുപ്യ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ആടെ ആകുമ്പം தலைக்கடிയൊന്നും ഇല്ലല്ലേ, സേഫാണ്. அவருதான் அடிக்கிற ஒரு மாதிரி இருக்காரு. அதனாலதான் ஐஸ் வச்சிட்டு இருக்காரு. ஃபிகர் மெலிஞ்சு போயிருக்கீங்க அப்படின்லாம். പസങ്ങ இப்படிதான் சும்மா பவுலிங் போட்டு பேட் அடிட்டு போவானுங்க. രാത്രിയത്തെ കിടത്തം സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാൽ മതി. അതേടെ പോയാലും ശരി. ஐயோ, நல்லா காஸ்டிங் இல்ல, 2 பேருக்கும் அந்த அப்பா பையன் இது இருக்கு. பேசுறது மேட்ச் ஆகிற மாதிரி இருக்கு. അറിഞ്ഞിട്ടുണ്ടോ നോക്ക്. അറിഞ്ഞല്ലോ. എന്നാ അറിഞ്ഞിട്ടില്ല. നീ അരച്ച എത്ര അറിയൂ, അത് അരക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛാ, വീട് എന്ത് പണി കിട്ടാ അച്ഛാ? പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല, പോയി അന്വേഷിക്കണം. നീ എവിടെ പോകും? ഇവിടെ വരെ ഗ്രൗണ്ട് വരെ. തോക്കൂന്ന് പേടിയില്ലെങ്കിൽ ഒരു കളി കളിച്ചോ. തോക്കുന്ന പേടിയുണ്ട്. വാട കുറച്ച് സമയം രാത്രി ഇരിക്കാം, പോയിട്ട് കുറച്ച് പണിയുണ്ട്. പണിയൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. നിങ്ങളൊന്നും പോകുന്നില്ലേ പതോട്ടാ? പോണം, സമയത്തല്ല. എത്ര മണിക്ക്? ഞാൻ പോയിട്ട് പ്രശ്നമൊന്നുമില്ല. അതെന്റെ ശിഷ്യന്മാരല്ലേ, മുറലെ നോക്കിക്കോളൂ. മരുന്നിന്റെ പണിയല്ലേ. ഇതിന്റെ ഒപ്പം പറയലും ഇപ്പൊ ഞാൻ അങ്ങനെ പറയണ്ട. ഇടക്ക് പറയും. ഏയ്, നിന്റെ അച്ഛനെ കൊണ്ടുപോകുന്നുണ്ടോ ബാംഗ്ലൂരേക്ക്? ബസ്സിൽ കിട്ടിയ പണി ബാംഗ്ലൂര്? കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാടാ, ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ. ബസ്സിലും കിടക്കേണ്ട പണി ബാംഗ്ലൂർ. വയസ്സന്മാരെ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടില്. ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? എന്റെ പൊന്നോ അതേട്ടാ, ഞാൻ എവിടെയും പോണില്ല. ചേട്ടാ ഒരു ചായ. എന്നെപ്പോലെ വീട്ടിലേക്ക് പോവോ? അർജന്റാ. എന്തിനാ? നിങ്ങളെ അച്ഛൻ വീണു. ஐயோ, എന്താ പറ്റിയേ? അലക്കുന്നിടത്ത് വീണതാ. അക്കര ഒന്ന് ഒറ്റക്ക് ജീവിക്കുന്ന മോനെ കല്യാണം കഴിച്ചു കൊടുത്തൂടെ? ഗുളികയൊന്നും കഴിക്കില്ല അല്ലേ? മെല്ലെ പറഞ്ഞാ മതി, അച്ഛനെ ചെയ്യും. ഞാൻ കഴിക്കലുണ്ട്. ഭാസ്കരേട്ടാ, ഇങ്ങനെ ഗുളികയൊന്നും കഴിക്കാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ്, ബാക്കിയിലേക്കും പ്രശ്നമാണ്. നീ നിന്റെ പണിയെടുക്കും. എന്തിന്? ഓ ഓ ഓ இவரு ஏன் பேச முடிச்சுக்குது? എനക്കിനിപ്പോ ഇത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വളരെ പഴകിയ അസുഖല്ലേ, എപ്പോഴാ തട്ടിപ്പോകുന്നെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിലെ പണിയല്ല, നീ വേറെ ആരും കൊണ്ട് ചെയ്യണ്ട. എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യില്ല, അയാൾക്ക് വയസ്സായില്ലേ. പിന്നെ നീയും സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോ. നീ ഇലക്ട്രോണിക്സ് അല്ലേ? അല്ല മക്ക് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഹോംലെസിന് വേണല്ലേ? നിനക്കോ? അനക്കല്ല, വീട്ടിലെ കാര്യം നോക്കാൻ അച്ഛനും നോക്കാൻ ഒരു ഹോംലെസിന് വേണമെന്ന് പറഞ്ഞില്ലേ? ഓ, ആ ഹോം നേഴ്സ്. ഈ ഹോം നേഴ്സ് അത്ര സേഫ് അല്ല കേട്ടോ. ഈ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾ സേഫ് അല്ലല്ലേ? വീട് എന്നെ നോക്കുന്നത് പുല്ലേട്ടൻ പറഞ്ഞ ഹോം നേഴ്സ് സേഫ് അല്ലാന്നാണ്. അവരെന്തെങ്കിലും കട്ടുകൊണ്ടു. ആടെ കക്കാനൊന്നുമില്ല, ആകെയുള്ള അച്ഛനാണ്. ആ പെരുമ്പേല് ഒരു ഏജൻസി ഉണ്ട്, അവിടെ നല്ല നോർമൽസ് കിട്ടും. யாருப்பா அது? ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെ നിനക്ക്? അച്ഛൻ ഇത് അതല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹോം നേഴ്സ്. கல்யாணம் பண்ணிட்டு வந்து நினைச்சிட்டாரு. क्या बनाओ साहब खाने में? എന്താ കഴിക്കാൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പോടാ. അടുക്കള കൊള്ളാലോ, അച്ഛനുണ്ടാക്കുന്ന അതേപോലെ ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. सर जी, बड़े साहब कुछ काम नहीं करने देते मुझे. खाना भी पूरा उन्होंने ही बना दी. പൊതുവാളാണോ ഇവര്? എന്റെ ഭാസ്കര പൊതുവാളെ, എന്ത് നായരും എന്ത് പൊതുവാള്. ഹരിയാനയിലെ ഉന്നത കുലജാത ഒരു പെൺകിടാവാണത്. ഇവിടുത്തെ പൊതുവാളെ കാട്ടി മേലാണ് അവിടുത്തെ ഉന്നത കുലജാത അല്ലേ? എത്ര മാസമായിട്ട് അറിയാം? ഇന്ന് ഏജൻസി പോയപ്പോ. നീ അത്തരക്കാരനല്ലാന്നറിയാം. എന്ത്? ഗർഭിണിയാണ്, ഛർദിയോട് ഛർദി. കൺഗ്രാജുലേഷൻസ്. അല്ല എന്ത് ചെയ്യും? यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ, ठीक है? TK അല്ല, VK ഭാസ്കര പൊതുവാൾ. அவருக்கு கை ஏதோ காட்டுறாங்க பாரு, வித்தியாசமா இருக்கு. ഭാസ്കരേട്ടാന്ന് വിളിച്ചോ. പോയിക്കോ. ठीक है. ശരി എന്ന് പറഞ്ഞു. ശരി പോയതാ. കുറെ നമ്മളുണ്ടല്ലോ, വൈറസ് ആയിരിക്കും, പൈസ പോവേ. ഹലോ, നിന്നോട് ഈ സാധനത്തിന്മേ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ? കഴിക്കില്ലല്ലോ. ഒന്ന് നിന്നേ അച്ഛാ, ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം. എനിക്ക് വയസ്സ് 34. മുടി നോക്കിയേ,
എല്ലാം പോയി തുടങ്ങി. ഈ രണ്ടും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭരത് ഗോപിയാവും. ഒപ്പനം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി. എവിടെ പോണു? പണിയുണ്ട്. എൻ്റെ ചങ്ങായി, എനിക്കൊരു പണി ശരിയായിരുന്നു. ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോകുന്നു. അപ്പൊ ഞാനും അച്ഛൻ്റെ പോര്. ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക്. കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ. കണ്ട എല്ലാം ഒരേപോലെ ഇരിക്കും, ഒരുമാതിരി ചൈനക്കാരെ പോലെ. അച്ഛാ ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ, റഷ്യയിലാണ് ഓഫീസൊക്കെ. അതന്നെ ഒരു തട്ടിപ്പല്ലേ? ജപ്പാനിലെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത്? പ്രാടാന്ന്. നീ കഞ്ഞിയും കുളിച്ചിട്ട് ഈടെങ്ങാനും വല്ല പണി കിട്ടും. അച്ഛനെ എഞ്ചിനീയർ ആക്കിയത് ഈ പയ്യനൊരു പണിക്കോനാണോ? പിന്നെ റഷ്യ എവിടെയാണ്? 4 വർഷത്തെ കാര്യമുള്ളൂ. കുറെ മലയാളികളുണ്ട് അവിടെ, ചങ്ങായിമാരുണ്ട് അവിടെ, ഇടയ്ക്ക് വരാനും പറ്റും. അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ നൈസിലിട്ട് വെക്കും. എവിടെയെങ്കിലും പോയി വിട മാட்டா പോല. ഒന്നും പറ്റൂല തണുത്ത് കുറച്ച് ചാവാൻ. അച്ഛൻ ഇവിടെ തമാശ കളിക്കരുതാ. ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് ധരിച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു അടിപൊളി ഓംനേഷൻ ഇവിടെ വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ. നൈസ് ആംഗിളില്. ഞാൻ വീണ്ടും പറയുന്നത് ഹോംനെസ് അത്ര സേഫ് അല്ല. ഞാൻ പറയുന്നത് നമ്മളെ ആ സീതേട്ടൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ, കാർത്തികന്, അവരെ വിളിച്ചോ? അവര് വേണ്ട, പ്രായമായി. ഞാൻ പറഞ്ഞ അതല്ല, ഈ പ്രായ പെണ്ണുങ്ങളെ വെച്ചാണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും സൂക്കേട് വന്നാല് അവരെ നോക്കാൻ വേറെ ആളെ വെക്കേണ്ടി വരും. ഭാസ്കരനെ നോക്കാൻ വേണ്ടിട്ട് കാർത്തേനേച്ചി നോക്കാൻ വേറൊരു ഹോം നഴ്സ്, 3 ആളും കൂടി ആ വീട്ടിൽ വളരെ രസമായിരിക്കും. വേറെ എന്തിന്? കാർത്തികനേച്ച് ഹോം നേഴ്സ് ആണല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റിയ അവരെന്നെ അവര് നോക്കിക്കോളില്ലേ? പ്രസന്നേട്ടാ, ഓ, ഒരാൾക്ക് ഇത്രയും വലിയ വീടാ? ആള് കുറെ ഉണ്ടായിനി, കുറെ ചത്തുപോയി, കുറെ പുറത്തു പോയി. എന്നാലും എന്തെന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം, ആള് കുറയുമ്പോ വീണ്ടും സൈസ് കുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വാ. അതെന്മ കറക്റ്റ് തന്നെ. എങ്ങനെയുണ്ട്? ഒന്നുമില്ലേടാ. കാർത്തികനേച്ചി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് നിങ്ങളെ വെച്ചേക്കുന്നത്? ഒന്നുമില്ലാണ്ട് ഞാൻ എന്തുണ്ടാക്കാൻ? മിക്സിന്റെ ഇടാ, ഗ്രൈൻഡർ ഉണ്ടാ? ആ, അതാ രസം. മാമിന് ഒന്നും പറ്റൂലെന്ന്, എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. ടി വി ഇല്ലേടാ? നല്ലോണം ടി വി കാണാൻ മുട്ടുമ്പോ എന്റെ വീട്ടിലേക്ക് വാ, ടി വി കാണാൻ. സീരിയല് കാണാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. എന്താ പറയാ, ജീവി ചെലവാകുമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാല് നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും. പക്ഷെ ഞാൻ മാമനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരും. എന്നാ നിങ്ങൾ മിണ്ടി പറഞ്ഞേക്കായിരിക്കും, ഞാൻ പോയി കൂട്ടിയിട്ട് വരാം. இவங்க போயிடுவாங்க நினைக்கிறேன். റോബോ വരപ്പോ எனக்கு அதான் சொன்னேன். ചെറിയ പ്രശ്നം. ആ മറ്റേ പയ്യൻ വീട്ടിൽ ഓവനെട്ടിന്റെ മോളൊരു ചുരിദാർ അടിക്കാൻ തന്നെ ചെറുങ്ങനെ ടൈറ്റ് ആയി പോയി. വൈകുന്നേരം അവള് ഏട്ടം തല്ലാൻ വരുന്നിട്ട് അറിഞ്ഞു. അപ്പൊ 2 ദിവസം ഒളിവിലായി. വീട് ഓർന്നിട്ടാ പോലീസ് വിളിച്ചാ? ഞാൻ ബാക്കി തന്നെ. മണിയേട്ടാ, ഓ, സ്ട്രോങ് തന്നെ കുറക്കണ്ട മുരളിയേട്ടാ. ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റി മുരളിയേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാ? അതെന്താ പറഞ്ഞ പൊതു ചർച്ചയാണ്. இப்படி பண்றீங்க? ஊத்திட்டு வேற டீ போறதுக்கு உங்களுக்கு என்ன? ഏലക്കായിട്ടിനല്ലേ പെട്രോൾ അനിയനല്ലേ? ശരി തന്നെ മുരളിയേട്ടത്. നീ ചായ പിടിക്കാൻ പറ്റില്ലേ? ചായ പിടിച്ചോ. മണി, എനക്കൊരു ചായ. ഏലക്ക വേണ്ട കേട്ടോ. അതെന്താ? ഞാൻ നിന്റെ അനിയനല്ലോ. அவருக்கு தெரிஞ்சிருக்கு. അതെന്റെ വീട്ടിലെ പുതിയ വാടകക്കാരാ, വയനാട്ടിൽ നിന്നാ. ഓരോ മോളെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് മാറിയതാ. ഓ, അതെയോ? കുറച്ച് അറിവ് വേണ്ടേ? വാടകന്റെ കാര്യമൊക്കെ ഒരു ചായ എടുക്കട്ടെ? കുടിക്കുന്നേ ആദ്യമായിട്ട് കടയിൽ വന്നിട്ട്. അല്ല, അതല്ല, മോള് വീട്ടിൽ ഒറ്റയ്ക്കല്ലോ. അതൊന്നും സാറിന് ഒരു ചായ, നമ്മുടെ ചായ ഫേമസ് ചായ. എല്ലാവർക്കും കൊടുക്കൊരെണ്ണം. എന്നാ മധുരം വേണ്ട. சோப்பு தண்ணி போடக்கூடாதுண்ணா. ഭാസ്കരനല്ലേ? അതെ. ഞാൻ രമണൻ. അതിന് എന്റെ ചന്ദ്ര സോപ്പ് നിങ്ങളുടെ അടുത്ത്? ഞാൻ എന്റെ സോപ്പൊന്നും എടുത്തിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞാൽ രാവിലെ ആള് സോപ്പ് എടുത്ത് കിടന്നുണ്ട്. ആടെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ല. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ആകെ ഒരു സോപ്പാണ്. എന്റെ ഓള് കാണിച്ചെന്നു. എന്റെ ഓള് കാണിച്ചെന്ന സോപ്പാണ്. ആടെ നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് കാക്കയൊന്നും നോക്കിക്കൊണ്ടു പോയില്ല. അതുകൊണ്ട് ഞാനങ്ങനെ വീട്ടിൽ പോയി. பழைய ஆளா? அப்படித்தான் நினைக்கிறேன். இவர் இவ்வளவு ஸ்டக்கா நிக்கிறது பார்த்தா. മാമന് ഷുഗർ വീണ്ടും കൂടിയിട്ടുണ്ടെന്ന് തോന്നല്ലോ മാമ. പ്രശ്നട്ടാ? അല്ല, മെലിഞ്ഞ് കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട്. കാർത്തികനേച്ചി, ഒരാളെ ഇല്ലെന്ന് പറഞ്ഞിട്ടേ? ഒരാളെ ഇല്ലോ, ഭാസ്കരേട്ടൻ. ഞാൻ ഇപ്പൊ പോവും, സുബ്രഹ്മണ്യൻ നാളെ പോവും. അല്ലെങ്കിൽ ഞാനിപ്പോ പോവേ. ആദ്യത്തെ ദിവസമായതുകൊണ്ടാ ഇത്രയും ചോറും കറി. ഇത് ഉന്നത് കൂടാതെ അങ്ങ് ധൈര്യമായിട്ട് കഴിച്ചോ സാറേ. എന്റെ അച്ഛൻ ആസിലാൻ പേരിയാന്ന്.
കാത്തേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ പറ. അച്ഛന് കുറച്ച് നിബന്ധനകളുണ്ട്. ഈ മിക്സിയിലും ഗ്രൈൻഡറിലും അരച്ചത് പാടില്ല, 4 മണിക്ക് ചായ, 3 നേരം ഗുളിക, മുൻകോ കൊണ്ട് വച്ച വെക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, ഉപ്പ് അധികം പാടില്ല, പഞ്ചാര ഒട്ടും പാടില്ല, പിന്നെ ഞാനും പാടാൻ പാടില്ല. ഇതൊക്കെ അല്ലേ? അതൊക്കെ ഞാൻ മനസ്സിലായി. പ്രസിഡന്റും പറഞ്ഞതാണ്. അതൊക്കെ പറയാൻ അറിയട്ടാ. ഇങ്ങനെ എത്ര ബാധ വയ്പ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്ന് എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ പോകാൻ ഇതാ மூவிக்காக இப்படி காமிக்கிறாங்களா ஒரு ஆண்டில் உண்மையுமே ஏதோ ஒரு மூவிக்காக தான் காட்டுறாங்க. அப்படியா? ஆனால் ரியலாக இருக்க மாதிரி இருக்கு. ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല. അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടമില്ലാണ്ടൊന്നുമല്ല. അതെല്ലാം വെറുതെ. നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വെക്കും. സത്യം കേട്ടോ. പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ, പശുവൊന്നും അല്ലല്ലോ. ஒரு பையன் கூடவே இருக்கணும் நம்மள. தனியா இருக்கிறது அவருக்கு பிடிக்கல. കടത്തനീച്ച മുളക് കൊണ്ടാടം പാക്ക് ചെയ്തു. മാമനും പോകുന്നു റഷ്യയില്. പശുവിനെ ആര് നോക്കും? പശുവാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ പശുവൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ? അടയില്ലേ? ഒരു കുപ്പി ധന്വന്തരി കുഴമ്പോലും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട. ഞാനങ്ങോട്ടും വരുന്നുമില്ല, എനക്കൊരു തകരാറുമില്ല. തകരാറുള്ളവരാണോ മാമ റഷ്യ പോകുന്നത്? എന്റെ പ്രസിഡന്റാ. അല്ല, നിന്നെ ഉദ്ദേശിച്ചല്ലേ, എന്റെ ഒരു ഇന്റർനാഷണൽ ഡൗട്ട് ആയിരുന്നത്. നാട്ടിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവരാ നാട് വിട്ടു പോകുന്നു. പെണ്ണുങ്ങളൊക്കെ ഉള്ളത് നിനക്ക് തന്നെ തികയുന്നില്ല. അപ്പോഴാ പെണ്ണുങ്ങൾ അകത്തുനിന്ന് വെക്കച്ച പുറത്ത് വെക്കാനുള്ളത് കടുപ്പം കാര്യം. അത് സാരമില്ലേ, വലിയ ദുരുദ്ദേശമൊന്നുമില്ലല്ല. ഇല്ലല്ല. നല്ല ശരിയാണല്ലോ. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഭയങ്കര ശരിയാണല്ലോ. ചിരിച്ചവര് என்னப்பா மூஞ்சி ஒரே மாதிரி இருக்கு. அதனால தான் அப்பாவை செலக்ட் பண்ணியிருக்காங்க வேற. Hey, Valapalam, how come I was not informed that the IC is not in supply? With this kind of irresponsible behavior, we are not going anywhere forward. What's wrong with you? You should be more meticulous about things like this. ஓ, இது ரெடி பண்ணுற இடத்துக்கு தான் ஒரு ஒர்க்கே வந்திருக்காரு. இவங்க தான் அந்த பேர் மறந்துட்டுமே. இவங்க தான் ஃபர்ஸ்ட் கேஸ்டில் பார்த்தோம். ஆமா, from what மைக்கு. ஓகே, மியூசிக் பத்தியா? ஷா ஷூ ஷா அப்படி போட்டுட்டு இருக்காங்க. ஜப்பான் இல்லை. ரஷ்யா, ஜப்பான் கம்பெனி இன் ரஷ்யா. ஜப்பான் கம்பெனி இன் ரஷ்யான்னு சொன்னாரு. ரஷ்யால இருக்க ஒரு ஜப்பான் கம்பெனினாரு. அனௌன்ஸ்மெண்ட்ல ரஷ்யால வருதுன்னு போடுறாங்களே. ഹലോ, ஏன் ஓடுறாரு? ആക്രമിക്കാൻ വന്നായിരിക്കും. Subramaniam, right? Yes, yes. Hi, Hitomi. Technical Hitomi coordinator. da. You are a Malayali, right? Yes, yes. എനിക്ക് കണ്ടപ്പോഴേ തൊണ്ണി മലയാളിയാണ് നീ. മലയാളം മലയാളം എങ്ങനെ അറിയാം? I'm born and brought up here. But എന്റെ പാപ്പ മലയാളിയാണ്. വീണു. വീണു? എങ്ങനെ വീണു? വീണു, VENU, വീണു. വീണു. വേണു. And my mom is from Japan. ഇന്റർനാഷണൽ. Funny. ജനിച്ചിട്ട് വളർന്നതും ഈടാണ് ജനിച്ചു. എന്റെ മനസ്സിൽ ഞാനൊരു മലയാളിയാണ്. പാപ്പ അങ്ങനെ വളർത്തിയാൽ. അത് മലയാളം കേട്ടപ്പോഴേ മനസ്സിലായി. Thank you. മലയാളം പറയാൻ ഒരാളെ കിട്ടാൻ വെയിറ്റ് ചെയ്യുവായിരുന്നു. നാട്ടിൽ പോകാറുണ്ട്. இப்படிதான் இருக்கும்போது நீ மலையாளம் பேசும்போது அவங்களுக்கு കിട്ടില്ല. പാപ്പ മരിച്ചു, ഇനി നാട്ടിൽ ആരുമില്ല. അച്ഛൻ എന്ത് പറ്റി? പാപ്പ വാസ് an Alzheimer's patient. അപ്പൊ എങ്ങനെയായിരുന്നു അച്ഛനെ നോക്കിയിരുന്നത്? ഒരു ഹോം നഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പബ്ബിലൊക്കെ പോയി വീട്ടിൽ എത്തുമ്പോഴേക്കും രാത്രിയാക്കും സുബ്രഹ്മണ്യം. ചുപ്പെന്ന് വിളിച്ചോ? അതാകുമ്പോ നാക്കും പഠിക്കേണ്ട, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. We Malayalis are so funny. കളത്തില് വഴുതി കണ്ടു. അതിനുശേഷം അച്ഛൻ എപ്പോഴും പേടിയാണ് അച്ഛനെന്തെങ്കിലും പറ്റുമോ. കൊച്ചിയിലും ബാംഗ്ലൂരിലും ഒരു 4 കമ്പനിയിലാണ് ജോലി ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരു 3 മാസം. അപ്പോഴത്തേക്കും അച്ഛൻ എന്തെങ്കിലും വിഷമം പറഞ്ഞ് വീട്ടിൽ കളിക്കും. വേറെ ചൊറിയൊന്നുമില്ല കേട്ടോ. എപ്പോഴും ഒപ്പിനെ വേണം അച്ഛൻ്റെ കൂടെ. ഇങ്ങനെ പോയാൽ ശരിയാകും വിചാരിച്ചിട്ടാണ് അച്ഛനത്തെ വഴക്കിട്ടിട്ട് ഇവിടെ ജോലിക്ക് പോകുന്നത്. പാവം അച്ഛൻ. വരട്ടെ. നിനക്കൊന്നും വേറെ പണിയില്ല. ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ,
ഭാസ്കരേട്ടൻ പട്ട എങ്ങനെ തന്നെയാ? എങ്ങനെ അല്ല ഇങ്ങനെ മിക്സിയും വാഷിംഗ് മെഷീനും ഇല്ലാണ്ട് ആ ജനിച്ചപ്പോഴേ എങ്ങനെ തന്നെ നീ വരുമ്പം ചിരിയേകിടുമ്പം മിഴിയൊന്നു തിളങ്ങിയില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് പാർട്ട് 1. നമ്മ അടുത്ത പാട്ടിൽ സന്ദീപ് പോകും. Bye bye. ബൈ.